ഗുഡ് ഈവനിങ് ഒക്കെ പറയാം കേട്ടോ. ഉറക്കെ ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. താങ്ക് യു. അപ്പോ ഞാൻ വിളിക്കാൻ പോകുന്ന ഒരു സ്പെഷ്യൽ ആളെയാണ്. ഹാസ്യവും അഭിനയവും അനുകരണവും മാത്രമല്ല, പാട്ടും തന്റെ ജീവിതത്തിന്റെ ഭാഗമാണെന്ന് തെളിയിച്ച ഒരു കലാകാരൻ. ഒരു പാട്ട് പാടി നിങ്ങളോട് കൂട്ടുകൂടാൻ എത്തുന്നത് നമ്മുടെ സ്വന്തം ടിനി ടോം. ടിനി ചേട്ടാ, നല്ലൊരു കൈയടി കൊടുക്കാം കേട്ടോ. കൈയടിക്കൊന്നും ശബ്ദം പോരാൻ തോന്നുന്നു. ഈ കൈയടി മതിയോ ടിനി ചേട്ടാ? ഓക്കെ, തൽക്കാലം ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറയുന്നത്. താങ്ക് യു സോ മച്ച്. അപ്പൊ ടിനിച്ചേട്ടാ, നമ്മുടെ 24 ലോഞ്ച് ചെയ്തപ്പോൾ ഒരു ക്രിസ്മസ് ദിനത്തിലെ ഉറങ്ങിക്കിടന്ന ടിനിച്ചേട്ടനെ വിളിച്ച് ലൈവ് കയറ്റി ഒരു ശല്യം ചെയ്തതിന് ശേഷം വീണ്ടും ഞാൻ ടിനിച്ചേട്ടന്റെ അടുത്തേക്ക് തന്നെ വന്നേക്കാണ്. ഉറങ്ങിക്കിടക്കുന്നവരെ ഉണർത്തുന്നതാണല്ലോ 24ന്റെ പരിപാടി. അതെ, ഉറക്കം നടിച്ചു കിടക്കുന്നവരെയും ഞങ്ങൾ ഉണർത്തും. അപ്പോൾ നമ്മുടെ കേരളത്തിന്റെ അങ്ങും ഇങ്ങും, അതായത് തെക്കും വടക്കും അതിനിടയ്ക്കൊക്കെ ഉള്ള ഒരുപാട് പേര് ഇവിടെയുണ്ട്. അത് കേരളത്തിന്റെ ഒരറ്റം മുതല് അതെ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞാൽ തിരുവനന്തപുരം, പേട്ട, മുരിക്കുമ്പുഴ, ചിറങ്കീഴ്, കടക്കാവൂർ, വർക്കല, പരവൂര്, കൊല്ലം, മണ്ടൂതിരുത്ത്, ശാസ്താംകോട്ട, കരുനാപ്പള്ളി, കായംകുളം, മാവേലിക്കര, ചെങ്ങന്നൂര്, തിരുവല്ല, ചങ്ങനാശ്ശേരി, കോട്ടയം, ഏറ്റുമാനൂർ, പിറവം, തൃപ്പൂണിത്തുറ, കൊച്ചി, എറണാകുളം, എടപ്പള്ളി, ആലുവ, ചൊവ്വര, അങ്കമാലി, കറുകുറ്റി, കൊരട്ടി, ചാലക്കുടി, ഇരിങ്ങാലക്കുട, മുള്ളൂക്കര, പുതുകാട്, ഒല്ലൂര്, തൃശ്ശൂർ, പാലക്കാട്, പൊൻകുന്നം, ചെറുതൂർ, ഒറ്റപ്പാലം, ലക്കടി, മങ്കര, പറളി, ഒലവക്കോട് തൊട്ട് കാസർഗോഡ് വരെ. എന്റെ അമ്മ, ഒരു വലിയ കൈയടി. കണ്ടോ? അവര് ഈ കയ്യടി ചോദിച്ചു മേടിക്കലാണ് ഏറ്റവും മോശം പരിപാടി. നമ്മള് അപ്പൊ അത് അവര് തന്നോളൂ. അതെ അല്ലേ? അപ്പൊ അത് കൊടുത്തോണ്ടേ ഇരിക്കണം. അപ്പൊ ഈ വഴി പോകുന്ന ബസിന്റെ കാര്യമാണോ പറയാനെന്ന്? അല്ല, ഏതെങ്കിലും സ്ഥലം വിട്ടുപോയിട്ടുണ്ടോ? ഏതെങ്കിലും സ്ഥലം ടിനിച്ചേട്ടൻ വിട്ടുപോയിട്ടുണ്ടോ? തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഉള്ളതിൽ? ഊളംപാറ, കണ്ണൂർ, പറയാൻ വിട്ടുപോയ എല്ലാ സ്ഥലം ചേർത്ത് പറഞ്ഞിരിക്കുന്നു. ഓക്കെ, അതെ, ഒന്നും വിട്ടുപോയിട്ടില്ല. അപ്പൊ ടിനിച്ചേട്ടാ, വേറൊരു കാര്യം, നമ്മുടെ ശ്രീകണ്ഠൻ സാറിന്റെ കൂടെ ഈ ടോം ആൻഡ് ജെറിയില് ഈ ടോമിനെ ജെറി പിന്തുടരുന്ന പോലെ, അല്ലെ ജെറിയെ ടോം പിന്തുടരുന്ന പോലെ, ഇങ്ങനെ പോകുന്ന എല്ലാ വഴിയിലും ടിനിച്ചേട്ടനെ കാണാൻ പറ്റില്ല. എന്താ അതിന്റെ കാര്യം? അത് ശ്രീകണ്ഠൻ സാർ ഒരു ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞു, നിന്നെ ഞാൻ ഇന്ന് പോലെ ജഡ്ജായിട്ട് ഇരുത്തുകയെന്ന് പറഞ്ഞു. ഏഷ്യാനെറ്റിലായിരുന്നപ്പോൾ അവിടെ ഇരുത്തിയിട്ട് പുള്ളി മനോരമയിലേക്ക് പോയി. പുള്ളി ഒരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുമല്ലോ, ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കും. അപ്പം ഞാൻ അവിടെ ഒറ്റപ്പെട്ടു പോയി. അങ്ങനെ ഞാൻ പുള്ളിയുടെ പിന്നാലെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പുള്ളി എന്ത് ചെയ്ത് അവിടെ നിന്നും പോയി. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, പുതിയൊരു ചാനൽ തുടങ്ങാണ്, ഫ്ലവേഴ്സ്. അപ്പോൾ ഈ ചെടി ഇവിടെ കുഴിച്ചിട്ട് അവിടെ തന്നെ നിൽക്കുമോ, അല്ലെങ്കിൽ പറിച്ച് മാറ്റി നടുവെന്ന് വെച്ചപ്പോൾ ഇല്ല, ഇത് നമ്മുടെ ചാനലാണെന്ന് പറഞ്ഞു. പിന്നെ വന്ന് കൂടിയിട്ട് ഞാനങ്ങും പോയിട്ടില്ല. അപ്പൊ ആ സാറുള്ള ഫ്രെയിമിലെല്ലാം ഇങ്ങനെ വന്നങ്ങ് കേറുക. അതെ. അപ്പൊ എന്തായാലും അതിൽ വളരെ സന്തോഷം. നമ്മുടെ ഏറ്റവും പ്രശസ്തമായ ഷോ ആണല്ലോ കോമഡി ഉത്സവം. ഒരു ജനകീയമായ ഷോ ആണ്. ഇപ്പൊ ചേട്ടൻ ഒരു പാട്ട് പാടാൻ പോവുകയാണ്. അല്ല, അതിന് മുമ്പ് എനിക്ക് പറയേണ്ടതെന്ന് പറഞ്ഞാൽ, ഈ എവറി മാൻ ഈസ് ആൻ ആർട്ടിസ്റ്റ് എന്ന് തെളിയിച്ചൊരു പ്രോഗ്രാമാണ് കോമഡി ഉത്സവം. പ്രത്യേകിച്ച് 24ഉം ഫ്ലവേഴ്സും. ആദ്യം തന്നെ ശ്രീകണ്ഠൻ സാർ എൻ്റെ അടുത്ത് പറഞ്ഞത്, ഈ ചാനൽ ഓഫീസ് വിത്തൗട്ട് ബോസ് ആണെന്നാണ് പറഞ്ഞത്. അതായത് ബോസ് ഇല്ല, അങ്ങനെ ഒരു സ്ഥാപനം ലോകത്തില്ല. അപ്പം നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്, എന്തും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ മിഥുനും ഞാനും കൂടിയൊക്കെ തുടങ്ങുമ്പോൾ, അന്ന് മിഥുലും ഉണ്ടായിരുന്നു, അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് തുടങ്ങും. ഇങ്ങനെ ഒരു പരിപാടിയാണ്, അതൊരു ഇന്നോവേറ്റീവ് പ്രോഗ്രാം എന്ന് പറഞ്ഞത് സ്വീകരിച്ചു. സാറ് സ്വീകരിച്ചതോടൊപ്പം ലോകത്തിലെ എല്ലാവരും സ്വീകരിച്ചു എന്നുള്ളതാണ്. ഈവൻ വലിയ എ.ആർ. റഹ്മാനെ പോലുള്ളവർ ട്വീറ്റ് ചെയ്യുന്ന പ്രോഗ്രാം വരെ ആയി മാറി. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇന്നത്തെ ഈ ദിവസമാണ് അതിൻ്റെ എക്സാമ്പിൾ. ഈ സംസ്ഥാന സമ്മേളനം നടത്തുന്ന നമ്മുടെ പ്രേക്ഷകരുടെയാണ്, അവരെ വെച്ചിട്ടാണ് ഈ ഷോ പോകുന്നത്. എവറി മാൻ ഈസ് ആൻ ആർട്ടിസ്റ്റ് എന്ന് നമ്മൾ തെളിയിച്ചു. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും കലയുടെ അംശമുണ്ട്. പക്ഷെ അത് നിങ്ങൾ തയ്യാറാവണം ഇങ്ങോട്ട് കയറാൻ. ഇവിടെ വരാൻ ധൈര്യമുള്ളവൻ അവസരം കൊടുക്കുന്ന ഒരു ചാനലാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ ചാനൽ, എൻ്റെ പ്രോഗ്രാം എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു ചാനലല്ല ഫ്ലവേഴ്സ്. എല്ലാവർക്കും അവസരം കൊടുക്കുന്ന ഒരു ചാനലാണ്. അതിൻ്റെ ഒരു പ്രാർത്ഥന തന്നെയാണ് വളരെ പെട്ടെന്നുള്ള 24ൻ്റെയും ഫ്ലവേഴ്സിൻ്റെയും വളർച്ച എന്ന് പറയുന്നത്. നിങ്ങളുടെ പ്രാർത്ഥനയാണ്. അപ്പോൾ നിങ്ങൾ വളർത്തിയൊരു ചാനലാണ്. അപ്പോൾ ശ്രീകണ്ഠൻ സാറ് പറഞ്ഞ് ഇന്ന് ഇവിടെ ഒരാഘോഷമാക്കാൻ, ഇതിപ്പോൾ നമ്മൾ കല്യാണ വീട് പോലെയാണ്. നമ്മൾ ഞാനെന്നോ നിങ്ങളൊന്നോ അല്ല, നമ്മൾ ഒരുമിച്ചൊരു ആഘോഷമാണ്, അല്ലേ? ഒരു ആദ്യം ക്ഷമ ചോദിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. കാരണം കുലപതികളാണ് ഫ്രണ്ടിലിരിക്കുന്നത് സംഗീതത്തിൻ്റെ. പക്ഷേ എനിക്ക് പാട്ട് പാടാത്തവരായിട്ട് ലോകത്ത് ആരുമില്ല. പാടാത്തവരുണ്ടെങ്കിൽ, പാട്ട് ഇഷ്ടമല്ലാത്തവർ ഉണ്ടെങ്കിൽ അവർ ലോക ക്രിമിനലായിരിക്കും. അല്ല, അവരെ പിടിച്ച് ജയിലിലിടണം. അവർ ഭയങ്കര കുറ്റകൃത്യം ചെയ്യുന്ന ആൾക്കാരായിരിക്കും. പാട്ട് ഇഷ്ടമല്ലാത്തവരായില്ല. അങ്ങനത്തെ ഒരു ഇഷ്ടമാണ്, എൻ്റെ ഒരു പാഷനാണ്. അതുപോലെ തന്നെ ഗോകുലം ഗോപാലൻ സാറ്
ഒരുപാട് സപ്പോർട്ട്. ഞാൻ എൻ്റെ ഒരു പാട്ടിൻ്റെ ഒരു ബാൻഡ് ഉണ്ടായപ്പോൾ അത് ഉദ്ഘാടനം ചെയ്ത ആളാണ് ഇരിക്കുന്നത്. അപ്പോൾ കൊറോണ സമയത്ത് എൻ്റെ വീട്ടിൽ അരി മേടിച്ചുകൊണ്ടിരുന്നത് ഈ ചാനലിൽ നിന്ന് ഗോപാലൻ ചേട്ടൻ്റെയും അതുപോലെ തന്നെ ശ്രീകണ്ഠൻ സാറിൻ്റെയൊക്കെ ചെക്ക് കൊണ്ടാണ്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ അഭിനയിച്ചു. 19-ാം നൂറ്റാണ്ട് ഉൾപ്പെടെയുള്ള സിനിമകൾ എൻ്റെ ഭാഗമാക്കി. അപ്പോൾ ഈ പാട്ടെന്ന് പറയുന്നത് എവറി ജെൻ സോങ് ആണ്. 3 പാട്ടുകൾ കോർത്തിണക്കാണ്. അതിൻ്റെ വേർഷൻ മാറ്റുകയാണ്, അതിൻ്റെ സ്പീഡ് കൂട്ടുകയാണ്. ഞാൻ കൂടുതലും വെസ്റ്റേൺ മ്യൂസിക്കിലാണ് എനിക്ക് പരിചയമുള്ളതെങ്കിൽ തന്നെയും നിങ്ങൾക്ക് പരിചിതമായ ചില പാട്ടുകൾ ബപ്പു ലഹരിയെയും അതുപോലെ തന്നെ AR റഹ്മാനെയും ഇളയരാജയും കോർത്തിണക്കിക്കൊണ്ട് ഒരു 5.5 മിനിറ്റ് കൊണ്ട് 3 പാട്ടുകളും അതിൻ്റെ ടെമ്പോ മാറ്റിയിട്ട് പാടുകയല്ല, ഒരു ഒച്ചവെക്കലായിരിക്കും. അപ്പോൾ അതിന് വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന കുട്ടികളാണ്. കൊച്ചു കുട്ടികളുണ്ടെങ്കിൽ വേദിയിലേക്ക് വരാം. അവർ എല്ലാവർക്കും സ്ക്രീനിൽ തന്നെ ഒന്ന് ആഗ്രഹം ഉണ്ടാവും, സ്പേസ്. നമ്മളെപ്പോഴും അവസരം കൊടുക്കുന്നവരാണ്. കൊച്ചുകുട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 60 വയസ്സുള്ള കൃഷ്ണൻകുട്ടി നാരായണൻകുട്ടി ഒന്നുമല്ല, കൊച്ചുകുട്ടികൾ ഉണ്ടോ? നിങ്ങൾക്ക് ഇനി ഇതിൽ പരം ഒരു അവസരം കിട്ടാനില്ല കേട്ടോ. ഈ ചാൻസ് നിങ്ങൾക്ക്, ലോകത്തിലെ 3.5 കോടി മലയാളികളാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ പാടുക എന്നുള്ളതല്ല, നിങ്ങളെ വേദിയിലേക്ക് കയറ്റുക. അതിന് മിഥുൻ വേദിയിലേക്ക് വരിക. എന്നിട്ട് പിന്നെ മിഥുനും കൂടി അറിയാവുന്ന പാട്ടല്ലേ, തകർക്കാൻ പോലെയാണ്. അപ്പൊ കോമഡി ഉത്സവത്തിന്റെ ഒരു വൈബാണ് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. വിളിച്ചോ. കൊച്ചുകുട്ടികൾ കയറണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും മീനാക്ഷി കയറിയില്ലേ പറ്റുള്ളൂ. മീനാക്ഷി അല്ലേ ഇവിടുത്തെ ഏറ്റവും നല്ല മീനാക്ഷി ഉണ്ട്. കുട്ടികളുടെ കൊച്ചുകുട്ടി എന്ന് പറയുന്നത് ഡോക്ടർ ഉണ്ട്. കൊച്ചുകുട്ടികളുടെ പ്ലീസ് കം, വരൂ. വാ മക്കളെ, വാ എല്ലാരും ഓടി വാ, നമുക്ക് സമയമില്ല, പെട്ടെന്ന് നമുക്ക് തുടങ്ങാം. ഒരു പക്ഷെ ലൈവായിട്ട് കണ്ടോണ്ടിരിക്കുകയാണ്, ലോകമെമ്പാടും ലൈവായിട്ട് കണ്ടോണ്ടിരിക്കുകയാണ്. കോമഡി ഉത്സവത്തിൽ നേരത്തെ പാടിയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ അവരൊക്കെ വരാം കേട്ടോ, വേഗം വരൂ, നമുക്ക് തുടങ്ങാം. ഒരു പക്ഷെ ആദ്യമായിട്ടായിരിക്കും ഒരു വേദി കയറുന്നത്. അത് തുടർന്നും അവർക്കൊരു പ്രോത്സാഹനമായിട്ട് എല്ലാവരും ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക കുട്ടികളെ. മീനുകുട്ടി എവരെയും കൂടി. തിരിച്ചേട്ടൻ പാടുന്ന പാട്ടിന്റെ പ്രശ്നങ്ങൾ അറിയാതിരിക്കാനാണ് നമ്മളെ വിളിച്ച് നിർത്തിയിരിക്കുന്നത്, നിങ്ങൾ മനസ്സിലാക്കുക. കറക്റ്റ്. അപ്പൊ തുടങ്ങാം കേട്ടോ. റെഡി? നിങ്ങള് നമുക്ക് വേണ്ട ശ്രദ്ധ വരുന്നില്ല. സ്റ്റെപ്പ് ഫോളോ ചെയ്തോ. मैं तो आज की तरह सारे गम दिल को बुला के देखे तुम्हें सारी खुशी मैं तो आज की तरह सारे गम दिल को बुला के मुझको मिली क्या जिंदगी. എവിടെ നിങ്ങൾ ഞെട്ടിയിരിക്കുകയാണെന്നറിയാം. നല്ലൊരു കൈയടി കൊടുക്കും തിരിച്ചേട്ടന്. തിരിച്ചേട്ടൻ ഇങ്ങനെ പാടുന്ന കണ്ട് ഞെട്ടിയിരിക്കുക. പെൺകുട്ടികളെ പീഡിപ്പിച്ചാൽ ആൺകുട്ടികൾക്കോ കേസും കുത്തോ ഒത്തു കളിച്ചോ സൂക്ഷിച്ചോ. പള്ളിക്കാരും പട്ടക്കാരും വീട്ടുകാരും നാട്ടുകാരും പാർട്ടിക്കാരും പോലീസുകാരും ചവിട്ടിക്കൂട്ടും ഓർത്തോട്ട. என்றாண்டும் புன்னகை முடிவில்லா புன்னகை என்று நான் மீண்டும் மீண்டும் பிறந்தேன். ஒரு துள்ளி பாழ்வாயில்லை என்றான்
புன்னகை இன்று நான் மீண்டும் மீண்டும் பிறந்தேன் ஒரு துள்ளி பாழ்வாயில்லை ஓ என்னுயிரே ஓ என்னுயிரே ஓ என்னுயிரே ஓ என்னுயிரே தீம் தீம் தானானா தீம் தானானா வானமே இல்லையோ தீம் தீம் தானானா தீம் தானானா காதலில் இல்லையோ தீம் தீம் தானானா தீம் தானானா வானமே இல்லையோ தீம் தீம் தானானா தீம் தானானா காதலில் இல்லையோ கையெല്ലാരും எங்கேயும் எப்போதும் சங்கீதம் சந்தோஷம் ராத்திரிகள் வந்துவிட்டால் சாத்திரங்கள் ஓடிவிடும் எங்கேயும் எப்போதும் சங்கீதம் சந்தோஷம் ராத்திரிகள் வந்துவிட்டால் சாத்திரங்கள் ஓடிவிடும் கட்டழகு பன்னிருக்கு வட்டமிடும் பாட்டிருக்கு தொட்ட இடம் அத்தனையும் இன்பம் என்று துன்பமில் எங்கேயும் எப்போதும் சங்கீதம் சந்தோஷம் ராத்திரிகள் வந்துவிட்டால் சாத்திரங்கள் ஓடிவிடும் கட்டழகு பன்னிருக்கு வட்டமிடும் பாட்டிருக்கு தொட்ட இடம் அத்தனையும் இன்பம் என்று துன்பமில் ചേട്ടാ ഒച്ച വെക്കൽ എന്ന് പറയുമ്പോ ഇത്രയും പ്രതീക്ഷയില്ല കേട്ടോ, ഇത്രയും പ്രതീക്ഷയില്ല. ഇതാണ് അച്ചോക്ക് എന്ന് പറഞ്ഞത്. പക്ഷെ ഗംഭീരമായി ഇല്ലേ? ഇഷ്ടപ്പെട്ടില്ല എല്ലാവർക്കും? ഒരു ഉഗ്ര കൈഡി കൊടുത്തേ ചേട്ടന്. ഇതുണ്ടോ ഇപ്പൊ കുട്ടികളുടെ സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. നമ്മുടെ മുഖ്യമന്ത്രി കാണട്ടെ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ നടക്കുന്ന സ്ഥലം കേരളം തന്നെയാണെന്നുള്ളത്. തീർച്ചയായും